ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് സ്വന്തമായി ഒരു ചെറിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും നിലവിലുള്ള ബിസിനസ് വലുതാക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയെക്കുറിച്ചാണ്. പ്രധാനമന്ത്രി മുദ്ര യോജന. ബാങ്കുകളിൽ കയറിയിറങ്ങിയ മടുത്തവർക്കും ഈട് നൽകാൻ ഒന്നുമില്ലാത്തവർക്കും സർക്കാർ നൽകുന്ന വലിയൊരു കൈത്താങ്ങാണിത്. 2026 നിൽക്കുമ്പോൾ ഈ പദ്ധതിയിൽ വന്ന മാറ്റങ്ങളും എങ്ങനെ അപേക്ഷിക്കണമെന്നതും നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. നിങ്ങളൊരു തയ്യൽക്കട തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണോ? അല്ലെങ്കിൽ ഒരു ചെറിയ പലചരക്ക് കടയോ വർക്ക്ഷോപ്പോ തുടങ്ങാൻ പണമില്ലാതെ വിഷമിക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്ക് 10 ലക്ഷം രൂപ വരെ ഈടില്ലാതെ വായ്പ കിട്ടും. ഈ പദ്ധതിയെക്കുറിച്ച് പലർക്കും പല സംശയങ്ങളുണ്ട്. ഇത് വെറുതെ കിട്ടുന്ന കാശാണോ അതോ തിരിച്ചടയ്ക്കണോ? ഇതിന് പലിശ എത്രയാണ്? എവിടെയാണ് അപേക്ഷിക്കേണ്ടത്? ഇങ്ങനെ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഈ വീഡിയോയിലുണ്ട്. ആദ്യമേ പറയട്ടെ, മുദ്രാ ലോൺ എന്നത് പ്രധാനമായി 3 വിഭാഗങ്ങളിലായാണ് നൽകുന്നത്. ശിശു, കിഷോർ, തരുൺ എന്നിങ്ങനെയാണ് ഇതിന്റെ പേരുകൾ. 50,000 രൂപ വരെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അത് ശിശു വിഭാഗത്തിൽ വരും. 50,000 മുതൽ 5 ലക്ഷം രൂപ വരെയാണെങ്കിൽ കിഷോർ വിഭാഗത്തിലും, 5 ലക്ഷം മുതൽ 10 ലക്ഷം രൂപ വരെയാണെങ്കിൽ തരുൺ വിഭാഗത്തിലുമാണ് വായ്പ ലഭിക്കുക. നിങ്ങളുടെ ബിസിനസ് എത്രത്തോളം വലുതാണ് എന്നതിനനുസരിച്ചാണ് ലോൺ തുക നിശ്ചയിക്കുന്നത്. ഇനി ആർക്കെല്ലാം അപേക്ഷിക്കാം എന്ന് നോക്കാം. ഒരു ചെറിയ പെട്ടിക്കട നടത്തുന്നവർ തൊട്ട് വലിയ വ്യാപാര സ്ഥാപനങ്ങളുള്ളവർക്ക് വരെ ഇതിൽ അപേക്ഷിക്കാം. വീട്ടമ്മമാർക്ക് തയ്യൽ മെഷീൻ വാങ്ങാനോ കേക്ക് നിർമ്മാണം തുടങ്ങാനോ ഇതിലൂടെ പണം കണ്ടെത്താം. കൃഷി ആവശ്യങ്ങൾക്ക് നേരിട്ട് ഈ വായ്പ ലഭിക്കില്ലെങ്കിലും കൃഷിയുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക്, ഉദാഹരണത്തിന് പാൽ വിൽപ്പന, കോഴി വളർത്തൽ, തേനീച്ച വളർത്തൽ, മീൻ വളർത്തൽ എന്നിവയ്ക്ക് ഈ വായ്പ ലഭിക്കും. ടാക്സി ഡ്രൈവർമാർക്ക് വണ്ടി വാങ്ങാനും ഈ പദ്ധതി ഉപയോഗിക്കാം. ഈ ലോണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിന് സെക്യൂരിറ്റി അല്ലെങ്കിൽ കൊളാറ്ററൽ ആവശ്യമില്ല എന്നതാണ്. അതായത് നിങ്ങളുടെ ആധാരമോ സ്വർണമോ ബാങ്കിൽ പണയം വെക്കേണ്ടതില്ല. ഗവൺമെന്റ് ആണ് നിങ്ങളുടെ ഗ്യാരണ്ടി നിൽക്കുന്നത്. 2026 കണക്കനുസരിച്ച് പലിശ നിരക്കുകളിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ 8% മുതൽ 12% വരെയാണ് പലിശ വരുന്നത്. ഇത് ഓരോ ബാങ്കിലും അനുസരിച്ച് ചെറിയ വ്യത്യാസമുണ്ടാകും. സ്ത്രീകൾക്ക് പലിശയിൽ ഇളവ് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ അപേക്ഷിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ബാങ്കിൽ പലിശ നിരക്ക് ചോദിച്ച് മനസ്സിലാക്കണം. അപേക്ഷിക്കാൻ എന്തൊക്കെ രേഖകൾ വേണമെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ ആധാർ കാർഡ് നിർബന്ധമാണ്. വിലാസം തെളിയിക്കുന്നതിന് റേഷൻ കാർഡോ വോട്ടർ ഐഡിയോ കരുതുക. നിങ്ങളുടെ ബിസിനസ് എവിടെയാണ് ചെയ്യുന്നത് എന്നതിന്റെ രേഖ വേണം. ലൈസൻസ് ഉണ്ടെങ്കിൽ അത് വെക്കാം. ഇനി പുതിയ ബിസിനസ് ആണെങ്കിൽ അതിന്റെ ഒരു ചെറിയ രൂപരേഖ അല്ലെങ്കിൽ പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. എന്തിനാണ് ഈ പണം ഉപയോഗിക്കുന്നതെന്ന് ബാങ്കിനെ ബോധ്യപ്പെടുത്തണം. ഒപ്പം കഴിഞ്ഞ 6 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റും പാസ്പോർട്ട് സൈസ് ഫോട്ടോയും വേണം. അപേക്ഷാ ഫോം പൂരിപ്പിക്കുമ്പോൾ തെറ്റുകൾ വരുത്തരുത്. പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എവിടെയാണ് അപേക്ഷിക്കേണ്ടത് എന്ന്. നിങ്ങളുടെ അടുത്തുള്ള ഏതൊരു പൊതുമേഖലാ ബാങ്കിലും ഇതിനായി അപേക്ഷിക്കാം. SBI, കാനറ ബാങ്ക്, കേരള ബാങ്ക് എന്നിവിടങ്ങളിൽ ഇതിനുള്ള സൗകര്യമുണ്ട്. കൂടാതെ സ്വകാര്യ ബാങ്കുകളിലും ചെറിയ ഫിനാൻസ് ബാങ്കുകളിലും ഈ സൗകര്യം ലഭ്യമാണ്. ഓൺലൈൻ വഴി അപേക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉദ്യമി മിത്ര പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാം. പോർട്ടലിൽ കയറി നിങ്ങളുടെ വിവരങ്ങൾ നൽകിയാൽ ബാങ്കുകൾ നിങ്ങളെ തിരിച്ചു വിളിക്കും. മുദ്രാ ലോൺ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഈ പണം ബിസിനസ് ആവശ്യത്തിന് മാത്രമേ ഉപയോഗിക്കാവൂ. വണ്ടി വാങ്ങാനാണെങ്കിൽ ആ വണ്ടി ബിസിനസ് ആവശ്യത്തിന് ഓടിക്കുന്നതാകണം. കൃത്യമായി തിരിച്ചടച്ചാൽ നിങ്ങൾക്ക് അടുത്ത തവണ വലിയ തുക ലോണായി ലഭിക്കും. തിരിച്ചടവ് മുടക്കിയാൽ അത് നിങ്ങളുടെ സിബിൽ സ്കോറിനെ ബാധിക്കും. പിന്നീട് മറ്റൊരു ബാങ്കിൽ നിന്ന് നിങ്ങൾക്ക് ലോൺ കിട്ടില്ല. അതുകൊണ്ട് ലാഭമുണ്ടാക്കി കൃത്യമായി തിരിച്ചടയ്ക്കാൻ ശ്രമിക്കണം. ചിലർ ലോൺ വാഗ്ദാനം ചെയ്ത് നിങ്ങളെ വിളിക്കാനും സാധ്യതയുണ്ട്. പണം തന്നാൽ ലോൺ ശരിയാക്കി തരാം എന്ന് പറയുന്ന ഏജന്റുമാരെ വിശ്വസിക്കരുത്. ബാങ്ക് നേരിട്ടാണ് ലോൺ അനുവദിക്കുന്നത്. ഇതിന് പ്രത്യേക ഫീസോ കമ്മീഷനോ ആർക്കും നൽകേണ്ടതില്ല. ആർക്കെങ്കിലും പണം നൽകിയാൽ ലോൺ കിട്ടുമെന്നത് തെറ്റായ ധാരണയാണ്. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നമ്പറുകൾ ആർക്കും കൈമാറരുത്. ബാങ്ക് ഉദ്യോഗസ്ഥർ ഫോണിലൂടെ ഇത്തരം വിവരങ്ങൾ ചോദിക്കില്ല. പലർക്കും ബാങ്കിൽ ചെല്ലുമ്പോൾ ലോൺ തരുന്നില്ല എന്ന പരാതിയുണ്ട്. ഇതിന് പ്രധാന കാരണം നിങ്ങളുടെ കയ്യിൽ ഒരു വ്യക്തമായ പ്ലാൻ ഇല്ലാത്തതാണ്. നിങ്ങൾ എന്ത് ബിസിനസ്സാണ് ചെയ്യുന്നത്, അതിൽ നിന്ന് എങ്ങനെ വരുമാനം ഉണ്ടാക്കും എന്ന് കൃത്യമായി മാനേജർക്ക് പറഞ്ഞു കൊടുക്കണം. ഒരു പേപ്പറിൽ നിങ്ങളുടെ വരുമാനവും ചിലവും എഴുതി തയ്യാറാക്കി കൊണ്ടുപോകുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. സ്വന്തമായി ഒരു തൊഴിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് നൽകുക. 2026 പുതിയ നിയമങ്ങൾ അനുസരിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങളുടെ അടുത്തുള്ള ബാങ്കിലോ അക്ഷയ കേന്ദ്രത്തിലോ അന്വേഷിക്കുക. സർക്കാർ നൽകുന്ന ഇത്തരം ആനുകൂല്യങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റായി ചോദിക്കാം.